അങ്ങനെ ഹോട്ടലിലെ വൈകുന്നേര വിശേഷങ്ങളാണ്. വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് പോവാണ്. മെയിൻ ഉദ്ദേശം തന്നെ അതാണ്, സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള ഉദ്ദേശത്തോടാണ് വന്നേക്കുന്നത് തന്നെ. അപ്പം ഇതാണ് ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അപ്പം അവിടെ എല്ലാവിധ ഗെയിംസും ഉണ്ട്. സൈക്കിൾ റൈഡ് ചെയ്യേണ്ടവർക്ക് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. സൈക്കിളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ബാക്കി എല്ലാത്തിനും പേയ്മെൻ്റ് ഉണ്ട്. വേറെ ഏത് ഗെയിം എടുത്താലും നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ റൂമിൻ്റെ പേരും നമ്മുടെ പേരും എഴുതി കൊടുക്കുമ്പം എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള ടർക്കി നമ്മൾക്ക് അവൈഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ടർക്കിയൊക്കെ വാങ്ങിച്ച് ഇതാ സ്വിമ്മിംഗ് പൂളിലെത്തി. വെള്ളം കണ്ടതേ സെഹ്റയൊക്കെ ചാടി അതിനകത്തോട്ട് ഇറങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൂന് മാത്രം വെള്ളം കുറച്ച് പേടിയാണ്. കുറച്ച് സമയമെടുക്കും അവൻ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ. അപ്പം അവൻ ഇങ്ങനെ ഇരിക്കുവാണ് കരയിൽ, വെള്ളത്തിലോട്ട് ഇറങ്ങുന്നില്ല. ഫസ്റ്റ് നമ്മൾ വന്നത് തന്നെ ഈ കുട്ടികൾക്കായിട്ടുള്ള, അതായത് 5 വയസ്സിൽ കുറവുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടേക്കാണ് വന്നത്. അത് കണ്ടിട്ട് സെഹ്റയ്ക്ക് ഭയങ്കര സന്തോഷമായി. സെഹ്റയുടെ ഒരു അളവിനുള്ള സ്വിമ്മിംഗ് പൂളായിരുന്നു അത്. അവിടെ അവൾ കളിക്കുവാണ്. സത്യത്തിൽ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ചാടുമായിരുന്നു. കുറച്ച് നേരം ഞാൻ അവളുടെ കളികളും അതൊക്കെ നോക്കി നിന്നു. അതിനുശേഷമാണ് ഇവരുടെ മെയിൻ സ്വിമ്മിംഗ് പൂള് താഴെയാണ്. അപ്പം അവിടേക്ക് പോകാനായിട്ട് അവരൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങളും അവിടേക്ക് പോവുകയാണ്. അപ്പം അവിടെയാണ് മെയിനായിട്ടുള്ള സ്വിമ്മിംഗ് പൂള് വലുത്. അപ്പോൾ ആദ്യം ഒന്നും ഇറങ്ങിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പവും പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. എന്നാലും അവന് നല്ല പേടിയായിരുന്നു. വളരെ ചെറുപ്പത്തിലേ തൊട്ടേ അപ്പൂമോന് വെള്ളത്തിനോട് കുറച്ച് പേടിയാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബീച്ചിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും വെള്ളത്തിലിറങ്ങാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ഇറങ്ങും. പക്ഷേ ആദ്യം അവനൊരു സ്റ്റാർട്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സ്വിമ്മിംഗ് പൂള് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഞാനും ഇറങ്ങി. പക്ഷേ എനിക്ക് സ്വിമ്മിങ് ഡ്രസ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അവർ ഉള്ളിലോട്ട് ഇറക്കിയില്ല. സൈഡിലൊക്കെ ഞാൻ നിന്നതേ ഉള്ളൂ. കുറേ ദിവസങ്ങളായിട്ട് ഇക്കാടെ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ആ ജോലിയുടെ സ്ട്രെസ്സും ബുദ്ധിമുട്ടും ഒക്കെ മാറാനും ഏറ്റവും നല്ലതായിരിക്കും ചിലപ്പം ഇങ്ങനെയുള്ള ഓരോ യാത്രകളും. പോയ ദിവസം വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാം ഫുള്ള് തിരക്കായിരുന്നു. സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ 6 മണി വരെ ഓരോ ഹോട്ടലുകളിലും സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ രാത്രി 9 മണി വരെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ സമയമുണ്ട്. രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാമെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. ഇപ്പം നമ്മൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂളിൽ കുട്ടികൾക്ക് നല്ല ആഴത്തിലുള്ള വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ സെഹ്റയ്ക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അവൾക്ക് ആ ചെറിയ പൂളിൽ പോകണം എന്നും പറഞ്ഞ് വാശി പിടിക്കുവാണ്. അങ്ങനെ കയ്യിൽ മറ്റേ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ആ സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂസ് ചെയ്താണ് അവളെ വെള്ളത്തിലിറക്കിയത്. പിന്നീട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെഹ്റ കുറച്ച് ഹാപ്പിയായി. തന്നെ ഇങ്ങനെ പതുക്കെ വന്ന് വെള്ളത്തിൽ നിൽക്കാനൊക്കെ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്ലൈഡാണ്. വെള്ളത്തിലോട്ട് വന്ന് കുട്ടികൾ ചാടുന്ന ആ സ്ലൈഡ്. അതിൽ വലിയവർക്കും മുതിർന്നവർക്കും എല്ലാം കയറാം. അങ്ങനെ ഞങ്ങൾ രാത്രി വൈകുവോളം സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിച്ചു. വേറെ ഒന്നിലും പോകാൻ തോന്നിയില്ല. അത്രയ്ക്കും രസമായിരുന്നു. പ്രത്യേകിച്ച് ചൂടായിരുന്നല്ലോ പുറത്ത്. അതിനുശേഷം രാത്രി ആയപ്പം തണുപ്പായിരുന്നു. എന്നാൽ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ചെറുതായിട്ട് ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ആ സ്ലൈഡിൽ തന്നെ 2-3 സ്ലൈഡുകളുണ്ട്. അതിൽ ഈ ഫസ്റ്റ് സ്ലൈഡ് മാത്രമേ ഉള്ളൂ ബെറ്റർ ആയിട്ടുള്ളത്. ബാക്കി 2 നല്ല പെട്ടെന്ന് വരത്തില്ല, പിള്ളേർക്ക് നടന്നു പോകാമെന്നൊക്കെ രീതിയിലുള്ള ടൈപ്പ് സ്ലൈഡുകളായിരുന്നു. പിന്നെ രാത്രി വരെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിച്ച ശേഷം എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളുമായി പതുക്കെ റൂമിലോട്ട് പോയി. റൂമിലെത്തിയപ്പോഴത്തെ നമ്മുടെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്.
നമ്മുടെ ഈ ജബൽ ഹഫീത്തിൻ്റെ മലകളുടെ മുകളിൽ നിന്ന് കാണാവുന്ന അതേ ഭംഗിയോടെ അതേ ഇതിൽ നമുക്ക് ഈ ഹോട്ടലിൻ്റെ ബാൽക്കണി നിന്നാൽ കാണാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നീട് ഒരു 10 മണിയോടുകൂടി നമ്മൾ പുറത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് ഉദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. മല ഇറങ്ങി താഴെ വരണം നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ. ഹോട്ടലും കാര്യങ്ങളും ഒക്കെ അവിടെയാണ്. ഇവിടെ ഫുഡ് ഐറ്റംസിനൊക്കെ നല്ല റേറ്റാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുവാണ്. 12 മണിയോളമായി നമ്മൾ റൂമിൽ തിരികെ വന്നപ്പം. പിന്നെ കുട്ടികളൊക്കെ നല്ല ക്ഷീണിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും ഉള്ള നല്ല ഒരു ഹോട്ടലാണ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി ഹോട്ടൽ. നല്ല വൃത്തിയും കാര്യങ്ങളും നല്ല ഇടപെടുന്ന സ്റ്റാഫുകളും ഒക്കെ തന്നെയാണ് ഹോട്ടലിൽ. നമ്മുടെ കയ്യിൽ തന്ന റൂമിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ. കുട്ടികളത് നേരെ മൊത്തം നിരത്തി വാരിയിട്ടേക്കുവാണ്. പിന്നെ റൂമിൻ്റെ വീഡിയോ കാണിച്ചു. ബാത്റൂമിൻ്റെയും കൂടെ വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം. ഇതാണ് ബാത്റൂം സൗകര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ.